നാരികൾ എന്ന് പറയണം. അവിടെ സാരമില്ല, കരിക്കിന്റെ ചമ്മന്തി ഉള്ളൂ, എത്രയോ കാലമായി ദോശ തിന്നാതിരുന്നിട്ട്, പക്ഷെ ഇത് കടുക് വറക്കണ്ടേ? കടുക് വറക്കണമെന്ന് ഹിന്ദി അറിയില്ല. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, 10ാം ക്ലാസ്സിൽ പഠിച്ച ഹിന്ദി എവിടെയെങ്കിലും ബാക്കി കിടപ്പുണ്ടോ നോക്കി. വളരെ ബുദ്ധിമുട്ടിയപ്പോൾ എൻ്റെ ബ്രെയിനിലേക്ക് ചില ഹിന്ദി വന്നു. എന്താണെന്ന് അറിയാമോ? തേൽ എണ്ണ, ഉപാൽ കരോ തിളപ്പിക്കുക, ഉസുമേ സരസോ കടുക്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ കടുക് ഇടുക എന്നുള്ളതിന്റെ ഹിന്ദി എനിക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞു സരസോ. അപ്പൊ അവർക്ക് മനസ്സിലായി. ഞാൻ ഒന്നുകൂടി വിശേഷിപ്പിച്ചു, ഏക്ക് ടക് 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 ശബ്ദം ഹോഗ. അപ്പൊ അവർക്ക് മനസ്സിലായി കടുക് വറക്കാം, കടുക് വറക്ക കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ. ഇനി രണ്ടാമത്തെ അനുഭവം, എന്നെ പോസ്റ്റ് ചെയ്ത് സിംഘിയ എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലമാണ്, നേപ്പാളിനോട് ചേർന്ന് നടക്കുന്നതാണ്. ബീഹാറും നേപ്പാളും തമ്മിൽ അതിർത്തി ചെയ്യുന്ന ഒരു മണ്ഡലമാണ് സിംഘിയ. മാവോയിസ്റ്റ് നക്സലൈറ്റുകളുടെ ഏറ്റവും വലിയ, അവിടെ ഞാൻ ചെല്ലുന്നതിന് 2 ആഴ്ച മുമ്പ് 11 പോലീസുകാരെ കുടിബോംബിട്ട് കൊന്ന സ്ഥലത്തേക്കാണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് പ്ലെയിൻ കയറുമ്പോൾ ഞാൻ വിചാരിച്ചില്ല തിരിച്ചെൻ്റെ കുണ്ടമാങ്കടവിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത്ര ബീഹാർ എന്ന് പറഞ്ഞാൽ തോക്കുകൾ കഥ പറയുന്ന നാടാണ്. അവിടെ ഞാൻ ചെല്ലുന്നു. ഏതായാലും അവിടെ ചെന്ന് ഞാൻ വളരെ ധൈര്യപൂർവ്വം എൻ്റെ ജോലികളൊക്കെ ചെയ്യുകയാണ്. ഒരു അർദ്ധരാത്രി സമയം ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ പോയിട്ട് തിരിച്ച് ഞാൻ താമസിക്കുന്ന ദർഭംഗ ജില്ലയിലെ എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരികയാണ്. ഒരു വിജന പ്രദേശം, ഒരു മനുഷ്യനില്ല, രാത്രി 12 മണി സമയം. അപ്പോൾ എനിക്ക് 5 അംഗരക്ഷകരുണ്ട്. 5 അംഗരക്ഷകരെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ AK-47 തോക്കുണ്ട്. ഒരു SI എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കും, ബാക്കി 4 പോലീസുകാരല്ല, അവർ അർദ്ധ സൈനികരാണ്. അവരൊരു ജീപ്പിൽ പുറകെ വരും. ഇങ്ങനെയാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എൻ്റെ പുറകിൽ സുരക്ഷാ സൈനികരെ ആരെയും കാണാനില്ല. എന്ത് പറ്റിയെന്നറിയില്ല, അവരുടെ ജീപ്പില്ല. ഞാനാകെ ഭയന്നു. ഇപ്പം നക്സലൈറ്റുകൾ വന്ന് വെടിവെച്ചാൽ ഞാൻ തിരിച്ച് കുണ്ടാങ്കടവിലേക്ക് വരില്ല, ഉറപ്പാണ്. ഞാനാകെ ഭയന്നുപോയി. അപ്പം ഞാൻ വണ്ടി നിർത്താൻ ആംഗ്യം കാണിച്ചു. വണ്ടി നിന്നു. അവർ വന്നിട്ട് പോയാൽ മതി എന്ന് ഞാൻ അറിയാവുന്ന ഹിന്ദി പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സുരക്ഷാ സൈനികരുടെ ജീപ്പ് ഓടി വരുന്നു. എനിക്കങ്ങ് ദേഷ്യം വന്നു. കാരണം ഇവരുടെ കയ്യിലാണ് എൻ്റെ ജീവൻ. ഞാൻ അവരോട് പറഞ്ഞു, മേരാ ജീവൻ ആപ്കെ ഹാത്തോ മേ ഹേ എന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ്. അവർ വരുന്നു. എങ്ങനെയാണ് ഇവരോട് ദേഷ്യപ്പെടുക? എനിക്കാണെങ്കിൽ പൊട്ടിത്തെറിയുടെ വക്കത്ത് നിൽക്കുകയാണ്. പക്ഷേ ദേഷ്യപ്പെടാൻ ഈ ഭാഷ വേണ്ടേ? ഇംഗ്ലീഷ് ദേഷ്യപ്പെട്ടാൽ അവർക്ക് മനസ്സിലാവുമോ? ഇല്ല. മലയാളത്തിൽ ദേഷ്യപ്പെട്ടാൽ അവർക്ക് മനസ്സിലാവുമല്ലോ. ദേഷ്യപ്പെടണേ ഹിന്ദി ദേഷ്യപ്പെടണം. അതിന് എനിക്ക് ഏതാണ്ട് ഹിന്ദി അറിയാമോ? ഞാൻ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കല്പം ഹിന്ദി തരൂ. ദൈവം എവിടെ നിന്നാണെന്നറിയില്ല, എന്റെ ബ്രെയിനിലേക്ക് ഹിന്ദി തന്നു. ഷോല എന്ന സിനിമയിലെ ഗബ്ബാർ സിംഗ് പോലും ഇത്രയും നല്ല പ്രകടനം നടത്തി കാണത്തില്ല. ദൈവം തന്ന ഹിന്ദിയിൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, സുരക്ഷ ये है मेरी सुरक्षा, इतनी उत्तरवादिता नहीं आदमियों को मैंने कभी नहीं देखा. ആ സുരക്ഷാ സൈനികൻ എന്റെ കാലിൽ വീണ്ടും പറഞ്ഞു, ക്ഷമാ കീജിയേ സാബ്. ഞാൻ എന്ത് പറയാം? ഞാൻ പറഞ്ഞു, മേ ക്ഷമി റെഡി ഹും. അങ്ങനെയായിരുന്നു എൻ്റെ ബീഹാറിലെ അനുഭവം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ നെർവസ്നെസ് ഒക്കെ പോയി കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാനും. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്, എത്ര വേണമെങ്കിലും സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും ഒരു 12 മണിക്കൂർ സംസാരിക്കാൻ വേണ്ടി ഒരു പ്ലാനൊക്കെ ഇട്ടു. പക്ഷേ ഡോക്ടർ പറഞ്ഞു അത് അപകടകരമാണ്, നിങ്ങൾക്ക് അങ്ങനെ നിന്ന് നിൽപ്പോൾ 12 മണിക്കൂർ സംസാരിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ സംരംഭം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് വീണ്ടും പറയുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഈ വനിതാ ITയിൽ വരുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ശ്രീ കൃഷ്ണ പൂജപ്പുര വളരെ മനോഹരമായ തമാശകളൊക്കെ പറയുന്ന ഒരാളാണ്. അത് നിങ്ങൾക്ക് ഏതാണ്ട് താമസം പിന്നെ ബോധ്യപ്പെടും. ശ്രീ ഫിറോസ് ഖാനെ എനിക്ക് TV സ്ക്രീനിൽ കൂടി അദ്ദേഹം ഒരു ഡേഞ്ചർ ബോയ് ആണെന്ന് തോന്നുകൊണ്ടാണ് ഞാൻ അധികം പരിചയപ്പെടാതെ നിൽക്കുന്നത്. ഞാനത് അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ പരിപാടിയും കാണാറുണ്ട്. അദ്ദേഹത്തിന് തല്ല് കിട്ടിയിട്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി നിങ്ങളുടെ ഈ വർഷം ആർട്സ് ക്ലബ്ബ്, അപ്പോൾ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ അല്പയോഗ്യതയൊക്കെ എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണോ? അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഞാൻ ഈ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തതായി സവിനയം അറിയിക്കുന്നു. നമുക്ക് ഇനിയും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായി, കഴിഞ്ഞ വർഷം നമ്മുടെ ITയിൽ ഓരോ ട്രേഡിലും ഉയർന്ന മാർക്ക് വാങ്ങി ജയിച്ച കുട്ടികൾക്കുള്ള അവാർഡ് ദാനമാണ്. അതിനായി ശ്രീ ഫിറോസ് ഖാനെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം ഡേഞ്ചറസ് ബോയ്സിന്റെ ഫെയിമാണ്. രണ്ടു വാക്ക് സംസാരിക്കണ്ടേ? സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. കലാകാരന്മാർ പോലും കാണാത്ത കഴിവാണ് സനൽ സാർ ഞാൻ കണ്ടിരിക്കുന്നത്. എന്ത് ഹ്യൂമറാണ്!
ഇനി ഞാൻ എന്ത് സംസാരിച്ചാലും യേശുമില്ല കേട്ടോ. ഒരുപാടൊക്കെ പഠിച്ചോണ്ട് വന്നതാണ്, പക്ഷെ ഇനി ഞാൻ സംസാരിക്കുന്നില്ല. ഏതായാലും ഇവിടെ വരാൻ സാധിച്ചത് ഞാനൊരു ഭാഗ്യമായി കരുതുന്നു. ഇവിടെ വരുന്നതിൽ എന്നെ വിളിച്ച ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ദർശനെ ഞാൻ മുമ്പ് പരിചയമില്ല, പക്ഷെ ആദ്യം വിളിക്കുന്ന തന്നെ ഫിറോസ് ചേട്ടാ, വനിതാ എറ്റിയുടെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയാണ്, ഇങ്ങനെ പ്രോഗ്രാം ഇൻവൈറ്റ് ചെയ്യാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് എനിക്കൊരു ഷൂട്ടുണ്ട് മോളെ, ആദ്യമായിട്ട് മറ്റൊരു ഡയറക്ടർ, സാധാരണ ഞാൻ ചെയ്ത എല്ലാ പ്രോഗ്രാമിലും ഞാൻ തന്നെയായിരുന്നു ഡയറക്ടർ, കാരണം വേറെ ആരും എന്നെ വിളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടർ എന്നെ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്, നായകനാണ് അതില്. അപ്പൊ അതിന്റെ പൂജാവേളയായിരുന്നു, അപ്രതീക്ഷിതമായി വന്നതാണ്. അപ്പൊ മോളെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അപ്പൊ സോറി ഫിറോസ് ചേട്ടാ, ഞാൻ പേരൊക്കെ വെച്ചിരിക്കുകയാണ്, എന്റെ പ്രസ്റ്റേജ് ഇഷ്യൂ ആണ്, പ്ലീസ് വരണം എന്നൊക്കെ പറഞ്ഞ എന്റെ കാല് വിളിക്കുന്നത്. ശരിക്കും എന്റെ ഒരു സിസ്റ്റർ ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. അങ്ങനെയാണ് ഞാൻ വന്നത്. ഇപ്പൊ പൂജാവേള അവിടെ നടന്നു കഴിഞ്ഞു കാണും, കുഴപ്പമില്ല, ഞാൻ വിളിച്ചെന്ന് മാനേജ് ചെയ്തു. പക്ഷെ ഇവിടെ വന്നതിൽ എല്ലാത്തിനും പേര് ഞാൻ സന്തോഷപ്പെടുന്ന സനിൽ സാറിനെ കാണാൻ സാധിച്ചതിലും ഒരു വല്ലാത്ത കഴിവാണ് പുള്ളി ഞാൻ കാണുന്നത്. പുകഴ്ത്തി പറയുമല്ല, എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടണം പുള്ളിയെ. പിന്നെ നിങ്ങളെല്ലാം കണ്ടതിലും വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഞാനൊരു പ്രാസംഗികനല്ല, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നന്ദി, നമസ്കാരം. ഡ്രാഫ്റ്റ്മാൻ സിവിൽ ട്രേഡിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച സജീറ എ. ഡ്രസ് മേക്കിങ്ങിലെ ആഷിദ ഐ.